എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ദുബായ് കോൺഫറൻസിന് പോയ വിശേഷം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഒരു പേഷ്യൻറ്റിന് 3 ശസ്ത്രക്രിയയ്ക്ക് ശേഷം 3 വലിയ മുറിവുകളുണ്ടായിരുന്നു. അത് ഉണങ്ങാൻ വേണ്ടി 1.5 വർഷം എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പേഷ്യൻറ്റിന് വിഷമമൊക്കെ വന്നു. അങ്ങനെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തു. ഞങ്ങൾ 3 മാസം കൊണ്ട് മുറിവ് ഉണക്കി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം കൊണ്ട് മുറിവൊക്കെ ഉണങ്ങി. ആ കേസ് ഞാൻ ദുബായ് കോൺഫറൻസിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദുബായിലേക്ക് വന്നത്. അപ്പോൾ നമ്മളിത് ഗ്ലോബൽ വില്ലേജിൽ പോയ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പേഷ്യൻറ്റിന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, നാച്ചുറോപ്പതിയിലേക്കൂടെ മുറിവ് ഉണങ്ങും. കാരണം പേഷ്യൻറ്റിന് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ആ വൂണ്ട് ക്ലീനിങ് ഒക്കെ നല്ല വേദനയുള്ള പ്രൊസീജിയർ ആയതുകൊണ്ട് പേഷ്യൻറ്റിന് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ വേദനയൊക്കെ. അപ്പോൾ ഞങ്ങൾ നാച്ചുറോപ്പതിയിലേക്കൂടെ ട്രഡീഷണൽ രീതിയിലേക്കൂടെ വൂണ്ട് ക്ലീനിങ് ഒക്കെ ചെയ്തു. വേദന ഇല്ലാതെ തന്നെ വൂണ്ട് ക്ലീനിങ് ചെയ്തു. പസ് ഫോർമേഷൻ ഒന്നും ഇല്ലാതെ തന്നെ 3 മാസം കൊണ്ട് പൂർണ്ണമായി ആ വൂണ്ട് ഉണങ്ങി എന്നുള്ളതാണ് ഇവിടുത്തെ ഈ കേസ് പ്രസൻറ്റേഷന് പോയപ്പോൾ, പേപ്പർ പ്രസൻറ്റേഷന് പോയപ്പോൾ നമ്മുടെ പേപ്പർ സെലക്ട് ആവാനുള്ള കാരണം ഇതായിരുന്നു, പേഷ്യൻറ്റിൻ്റെ വൂണ്ട്. അങ്ങനെ ഞങ്ങൾ പേപ്പർ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ദുബായിലൊക്കെ എത്തി. പേപ്പർ പ്രസൻറ്റേഷനൊക്കെ ചെയ്തു. അവിടുന്ന് ഞാൻ സർട്ടിഫിക്കറ്റ്സൊക്കെ വാങ്ങി. സീനിയേഴ്സിനൊക്കെ കണ്ടു, സീനിയർ ഡോക്ടേഴ്സിനെ കണ്ടു. പിന്നെ ഞാൻ യാത്ര ചെയ്യുമ്പോഴെപ്പോഴും ഹെൽത്തി ഫുഡ് അന്വേഷിക്കാറുണ്ട്. അങ്ങനെ ഹെൽത്തി ഫുഡൊക്കെ കഴിക്കും. കൂട്ടത്തിൽ അവിടുത്തെ ആ സ്ഥലത്തെ ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ദുബായിൽ ഇങ്ങനെ നമ്മൾ കറങ്ങുന്ന സമയത്ത് നമ്മൾ ദുബായ് ഫ്രെയിമിലൊക്കെ പോയി, മിറാക്കിൾ ഗാർഡനിൽ പോയി. അന്ന് നല്ല ഫ്ലവേഴ്സൊക്കെ നിൽക്കുന്ന സമയം ആയിരുന്നു, ജനുവരിയിലായിരുന്നു നമ്മുടെ കോൺഫറൻസ്. അപ്പോൾ ആ സമയത്ത് പോയത് കൊണ്ട് മിറാക്കിൾ ഗാർഡനൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. അവിടെ നിന്നും ഞങ്ങൾ ഹെൽത്തി ഫുഡ്സൊക്കെ വാങ്ങി കഴിച്ചു. അപ്പം ഹോട്ടൽ നമ്മൾ IBS ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. ഡെസേർട്ട് സഫാരിക്കൊക്കെ പോയിരുന്നു കേട്ടോ. ഡെസേർട്ട് സഫാരി ഞാൻ ആദ്യമായിട്ടാണ്, ദുബായിൽ തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടകത്തിൻ്റെ മേലെയൊന്നും കയറിയില്ല, ജസ്റ്റ് നോക്കി. കാരണം സമയത്തിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഡെസേർട്ട് സഫാരിയൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ നമ്മൾ ഡെസേർട്ടിൽ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്തു. നല്ല വൈബായിരുന്നു. അതിനുശേഷം ഞങ്ങളിങ്ങനെ കസിൻ്റെ കൂടെ ഇങ്ങനെ കാറിലൊക്കെ ട്രാവൽ ചെയ്യായിരുന്നു. ഹസ്ബൻഡിൻ്റെ കസിന് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ കൂടെയൊക്കെ ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്തു. ഗ്ലോബൽ വില്ലേജിലെ കുറേ വീഡിയോസ് ഞാൻ എടുത്തിരുന്നു. മറ്റേതൊന്നും എടുക്കാൻ അത്രയും പറ്റിയില്ല, വേറെ സ്ഥലങ്ങളിലൊക്കെ.